സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബുധൻ ശുക്ര ഗ്രഹമാറ്റം ശിവരാത്രിയോടുകൂടി ജീവിതം മാറി മറിയുന്ന 12 നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവർക്ക് രാജയോഗമാണ് വരാൻ പോകുന്നത്. ഏതൊക്കെ നക്ഷത്രക്കാരാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ വിശദമായിട്ട് നോക്കാം. ആദ്യം ഇടവം രാശിയാണ്. കാർത്തിക, മുക്കാല, രോഹിണി, മകീരമര. മഹാശിവരാത്രി ദിനത്തില് ഇടവം രാശിക്കാരുടെ 10, 11 ഭാവങ്ങളിൽ ശുക്രനും ബുധനും മാറാൻ പോകുന്നു. ശുക്രനും ബുധനും ചേർന്ന് ഇടവൻ രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച നൽകും. ഈ കാലയളവില് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് മുമ്പത്തേതിനേക്കാൾ വളരെ മികച്ചതായിരിക്കും. ഈ കാലയളവില് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാലമാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ സമയം നല്ല വരുമാനം ഉള്ള അവസരങ്ങളൊക്കെ കൈവരുന്നതായിരിക്കും. അടുത്തത് മിഥുനം രാശിയാണ്. മഹാശിവരാത്രി ദിനത്തില് ശുക്രനും ബുധനും മിഥുനം രാശിക്കാരുടെ 9ാം ഭാവവും 10ാം ഭാവവും മാറാൻ പോകുകയാണ്. ഈ കാലയളവിൽ ഭാഗ്യം നിങ്ങളുടെ ഭാഗത്തായിരിക്കും. ആത്മീയ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട യാത്രകൾക്കും മറ്റും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ പുരോഗതിക്ക് ധാരാളം സാധ്യതകളുണ്ട്. ഈ കാലയളവിൽ നിങ്ങൾക്ക് ജോലിയിൽ മാറ്റം വരുത്താൻ സാധിച്ചേക്കാം. നിങ്ങളുടെ ജോലി മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ കാലയളവിൽ നിങ്ങൾക്ക് ഒരു മികച്ച അവസരം ലഭിക്കാൻ ഇടവരുന്നതാണ്. അടുത്തത് തുലാം രാശിയാണ്. ഇത്തവണത്തെ മഹാശിവരാത്രിയിൽ ശുക്രനും ബുധനും തുലാം രാശിക്കാരുടെ 5ാമത്തെയും 6ാമത്തെയും ഭാവങ്ങളെ മാറ്റും. ശുക്രന്റെയും ബുധന്റെയും സംക്രമണം തുലാം രാശിക്കാർക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ജോലിയിലുമൊക്കെ വിജയം നൽകുകയും ഈ ഗ്രഹമാറ്റം നിങ്ങളുടെ പ്രണയ ജീവിതത്തിനും വളരെ നല്ലതായിരിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ബന്ധത്തില് മുമ്പത്തേക്കാൾ കൂടുതൽ സ്നേഹവും ബഹുമാനവും ഉണ്ടാകും. ഈ കാലയളവിൽ സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്ന രാശിക്കാർക്ക് സന്താന സന്തോഷം ലഭിക്കും. നിങ്ങളുടെ എതിരാളികളെ പരാജയപ്പെടുത്താനാകും. എന്തെങ്കിലും തർക്കം നടക്കുന്നുണ്ടെങ്കിൽ ഈ തർക്കത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. അടുത്തത് വൃശ്ചികമാണ്. മഹാശിവരാത്രി ദിനത്തില് വൃശ്ചിക രാശിക്കാർക്ക് ശുക്രനും ബുധനും 4ാമത്തെയും 5ാമത്തെയും ഭാവത്തിൽ സഞ്ചരിക്കും. നിങ്ങളുടെ അമ്മയിൽ നിന്ന് നിങ്ങൾക്ക് ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചേക്കാം. ഈ കാലയളവിൽ നിങ്ങൾക്ക് സമ്പത്ത് നേടും. വീട്ടിൽ സന്തോഷത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വൃശ്ചിക രാശിക്കാർക്ക് ഈ സമയത്ത് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. ഈ കാലയളവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നേട്ടങ്ങൾ പിന്തുണയും ലഭിക്കും. അടുത്തത് കുംഭം രാശിയാണ്. മഹാശിവരാത്രി ദിനത്തില് ശുക്രൻ കുംഭൻ രാശിയിൽ സംക്രമിക്കാൻ പോകുന്നു. ഈ കാലയളവില് ശുക്രൻ നിങ്ങളുടെ 1ാം ഭാവത്തിലും ബുധൻ 2ാം ഭാവത്തിലുമായിരിക്കും. ശുക്രന്റെയും ബുധന്റെയും മാറ്റം നിങ്ങളുടെ പ്രണയ ജീവിതത്തിന് നല്ലതായിരിക്കും. ഈ കാലയളവില് നിങ്ങൾക്കൊരു നല്ല പങ്കാളിയെ കണ്ടെത്താനാകും. നിങ്ങൾക്ക് ഭൗതിക സൗകര്യങ്ങൾ ലഭിക്കും. നിങ്ങളുടെ വരുമാനത്തിൽ വർധനവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ കാലയളവിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് സംരക്ഷണവും പിന്തുണയും സഹകരണവും ഒക്കെ ലഭിക്കും. ഈ കാലയളവിൽ നിക്ഷേപങ്ങളും സമ്പത്തിലും ഒക്കെ വർധനവ് കാണും. നിങ്ങളുടെ സംസാര ശേഷിയും പെരുമാറ്റ നൈപുണ്യവും കൊണ്ട് പല ഘട്ടങ്ങളിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. അപ്പോൾ മഹാശിവരാത്രിയോടുകൂടി രാജയോഗം വരാൻ പോകുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയത്. നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോകുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.